വെൽക്കം ടു നിഷ റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെർമിസെല്ലി ഫ്രൂട്ട് കസ്റ്റർഡിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഫലൂദ ആണോ എന്ന് വെച്ചാൽ അല്ല, പായസമാണോ എന്ന് വെച്ചാൽ അല്ല, ഇതിന് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ കിടിലും ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെർമിസെല്ലി കസ്റ്റർഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2 മാംഗോ, 1 ആപ്പിൾ, അനാർ 1, ചെറുപഴം 5 എണ്ണം, കസ്റ്റാർഡ് പൗഡർ 1 ടേബിൾ സ്പൂൺ, ഗ്രേപ്സ് 200 ഗ്രാം, റൈസിൻസ് ആവശ്യത്തിന്, ബദാം 2 ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട് ഉപയോഗിക്കാം, ഷുഗർ 1/2 കപ്പ്, പാല് 750 ml, സേമിയ 200 ഗ്രാം, പശുനെയ് 1.5 ടേബിൾ സ്പൂൺ, മിൽക്ക് മെയ്ഡ് 150 ml. ഞാനിപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബദാം ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. റൈസിൻസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ സെയിം നെയ്യിൽ തന്നെ നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സേമിയ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സേമിയ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ബദാമും റൈസിൻസും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. പാല് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോവും. അടുത്തതായിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കാം. പാല് തിളക്കാൻ വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുന്നേ തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കണം കേട്ടോ. ഇനി കസ്റ്റാർഡ് പൗഡറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കസ്റ്റാർഡ് പൗഡർ കൂടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ നമ്മുടെ മിക്സ് നന്നായിട്ട് കട്ടിയും വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മുടെ മിക്സ് നല്ല തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടാം. ഫ്രൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എത്ര ചേർക്കണം എന്നുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കട്ടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓവർ ലൂസായി പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ മിക്സ് ആവശ്യം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വെർമിസെല്ലി ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.